ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നോക്കുന്ന പോലെ നമ്മുടെ CPO സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് അതിൻ്റെ കുറച്ച് റിവിഷൻ ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈമുകളെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? ഒന്നുകൂടി ചോദ്യം പറയാം. സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 313 അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 313. അടുത്ത ചോദ്യം, സതുദ്ദേശത്തോടെ ഒരു കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. സതുദ്ദേശത്തോടെ ഒരു കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 89. അപ്പോൾ ഒന്നുകൂടി പറയാം. സതുദ്ദേശത്തോടെ ഒരു കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അത് IPC സെക്ഷൻ 89. അടുത്ത ചോദ്യം, അറസ്റ്റിലായ വ്യക്തിക്ക് സ്വന്തം താൽപ്പര്യപ്രകാരം വക്കീലിനെ കാണാനുള്ള അനുമതിയെക്കുറിച്ച് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണത്? ഒന്നുകൂടി ചോദ്യം പറയാം. അറസ്റ്റിലായ വ്യക്തിക്ക് സ്വന്തം താൽപ്പര്യപ്രകാരം വക്കീലിനെ കാണുവാനുള്ള അനുമതിയെക്കുറിച്ച് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 41D ആണ്. അപ്പോൾ അറസ്റ്റിലായ വ്യക്തിക്ക് സ്വന്തം താൽപ്പര്യപ്രകാരം വക്കീലിനെ കാണാനുള്ള അനുമതിയെക്കുറിച്ച് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 41D ആണ്. ഒരാൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ചെയ്താൽ കുറ്റം ചെയ്ത വ്യക്തിയെ മറ്റേ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന CRPC വകുപ്പ് ഏതാണ്? ഒന്നുകൂടി പറയാം. ഒരാൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ചെയ്താൽ കുറ്റം ചെയ്ത വ്യക്തിയെ മറ്റേ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 43. അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരാൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത വ്യക്തിയെ മറ്റേ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 43. അടുത്ത ചോദ്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് അത് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 74. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്ന CRPCയിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 74. അടുത്ത ചോദ്യം, സാധാരണഗതിയിൽ കുറ്റകൃത്യം നടന്നിട്ടുള്ള കോടതി പരിധിക്കുള്ളിലുള്ള കോടതിയാണ് കുറ്റകൃത്യത്തിൻ്റെ വിചാരണ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള CRPC വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണഗതിയിൽ കുറ്റകൃത്യം നടന്നിട്ടുള്ള കോടതി പരിധിക്കുള്ളിലുള്ള കോടതിയാണ് കുറ്റകൃത്യത്തിൻ്റെ വിചാരണ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 177. അപ്പോൾ സാധാരണഗതിയിൽ കുറ്റകൃത്യം നടന്നിട്ടുള്ള കോടതി പരിധിക്കുള്ളിലുള്ള കോടതിയാണ് കുറ്റകൃത്യത്തിൻ്റെ വിചാരണ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 177. അടുത്ത ചോദ്യം, പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8 ആണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 8 ആണ്. അടുത്ത ചോദ്യം, പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 31 ആണ്. അപ്പോൾ പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 31 ആണ്. പോലീസ് നൽകുന്ന നിയമവിധേയമായ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണത്? പോലീസ് നൽകുന്ന നിയമവിധേയമായ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്?
അത് സെക്ഷൻ 39. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2012. അപ്പോൾ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? അത് 2012. അടുത്ത ചോദ്യം, IPC 411 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്രയാണ്? IPC 411 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്രയാണ്? അത് 3 വർഷം വരെയാണ്. അപ്പോൾ IPC 411 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷം വരെയാണ്? അത് 3 വർഷം വരെയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ ചോദ്യങ്ങൾ ഫുള്ളോടെ നോക്കാം. അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? അത് 313. സദുദ്ദേശത്തോടെ ഒരു കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 89. അറസ്റ്റിലായ വ്യക്തിക്ക് സ്വന്തം താൽപ്പര്യപ്രകാരം വക്കീലിനെ കാണുവാനുള്ള അനുമതിയെക്കുറിച്ച് പറയുന്ന CRPC വകുപ്പ് സെക്ഷൻ 41D ആണ്. ഒരാൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ചെയ്താൽ കുറ്റം ചെയ്ത വ്യക്തിയെ മറ്റേ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 43. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നൽകിയ വാറണ്ട് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 74. സാധാരണഗതിയിൽ കുറ്റകൃത്യം നടന്നിട്ടുള്ള കോടതിപരിധിക്കുള്ളിലുള്ള കോടതിയാണ് കുറ്റകൃത്യത്തിൻ്റെ വിചാരണ നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 177. പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 8. പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 31. പോലീസ് നൽകുന്ന നിയമവിധേയമായ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 39. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? അത് 2012. IPC 411 വകുപ്പ് പ്രകാരമുള്ള തടവ് ശിക്ഷ എത്ര വർഷം വരെയാണ്? 3 വർഷം വരെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്.